നമസ്കാരം. ഇന്ത്യയിലേക്കുള്ള ലോകത്തിന്റെ കവാടമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം കൺമുന്നിലുണ്ടായിട്ടും തിരിച്ചറിയാൻ വൈകിപ്പോയ അമൂല്യനിധി. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്തിന്റെയോ കേരളത്തിന്റെയോ മാത്രമല്ല, ഭാരതത്തിന്റെ തന്നെ വലിയ നിധിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ഈ തുറമുഖത്തിന് ഇത്ര പ്രത്യേകത? നോക്കാം എന്താണെന്ന്. രാജ്യാന്തര കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്ത്, പ്രകൃതിദത്തമായി തന്നെ ഇത്രയേറെ ആഴമുള്ള ഒരു തീരം എന്നതാണ് വിഴിഞ്ഞത്തെ ആകർഷണീയമാക്കുന്നത്. താരതമ്യേന ശാന്തമായ ഉൾക്കടലാണ് വിഴിഞ്ഞത്തേത്. വലിയ ചുഴലിക്കാറ്റുകളൊന്നും പ്രശ്നമുണ്ടാക്കാത്ത പ്രദേശം. വലിയ ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നത് ഈ മേഖലയിലാണെങ്കിലും അത് ശക്തി പ്രാപിക്കാറുള്ളത് വടക്കോട്ട് സഞ്ചരിച്ച് ഗുജറാത്തിന്റെ തീരത്തോട് അടുക്കുമ്പോഴാണ്. ഇന്ത്യൻ നാവിക ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി വിഴിഞ്ഞം പണ്ട് മുതൽക്കേ ഉണ്ട്. ഇതുവരെ കൊളംബോയിലെയും ദുബായിലെയും തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന ചരക്ക് നീക്കത്തിന് ഇനി അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് കാണാൻ പോകുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന പേര് കൂടിയാണ് വിഴിഞ്ഞത്തിന് സ്വന്തമാകുന്നത്. പതിറ്റാണ്ടുകളായി കേരള ജനത സ്വപ്നം കണ്ട സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം. പല ഭരണകർത്താക്കളുടെ ഇടപെടലുകളിലൂടെ വളർന്ന ഈ വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ വാതിൽ തുറന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. പ്രതിസന്ധികളും ആരോപണങ്ങളും വെല്ലുവിളികളും അതിജീവിച്ച് തുറമുഖം നിർമ്മാണ കരാറിലെത്താനും നിർമ്മാണം തുടങ്ങി വെക്കുന്നതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. പ്രകൃതി ദുരന്തങ്ങളും മറ്റും മൂലം കുറെ അധികം കാലം നിർമ്മാണം തടസ്സപ്പെട്ടിരുന്ന വിഴിഞ്ഞം പദ്ധതി പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ബെർത്ത് നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. പോർട്ട് ഓപ്പറേഷൻ സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങൾ വിഴിഞ്ഞത്തുയർന്നു. 800 മീറ്റർ 2.95 കിലോമീറ്റർ പുലിമുട്ടുള്ള ആദ്യഘട്ടമാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ലോകത്തെ വലിപ്പമേറിയ 255 കപ്പലുകളടക്കം ഇതിനോടകം വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിഴിഞ്ഞം ആ ലക്ഷ്യത്തിലേക്ക് ആദ്യ വർഷം തന്നെ എടുക്കുന്നതിന്റെ സൂചനകളും കിട്ടിത്തുടങ്ങി. സ്ഥലപരിമിതി കൊണ്ട് വലിയ വികസന പദ്ധതികളൊന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത കേരളത്തിന് വിഴിഞ്ഞം ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതി കൂടി ആയി മാറുകയാണ്. 8,867 കോടി രൂപ മുതൽ മുടക്കുള്ള ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ആണിപ്പോൾ വിഴിഞ്ഞത്ത് പൂർത്തിയായത്. ഇതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെയും വിഹിതമുണ്ട്. അദാനി ഗ്രൂപ്പ് 900 കോടി മുടക്കുന്ന ആദ്യഘട്ടം 2028 ഡിസംബറിനകം പൂർത്തീകരിക്കുമെന്നാണ് അവരുടെ ഉറപ്പ്. ഇതുകൂടിയാകുമ്പോൾ രാജ്യത്തെ 1-ാം നമ്പർ തുറമുഖമായി വിഴിഞ്ഞത്തിന് മാറാനായേക്കും. വിഴിഞ്ഞം ഏറെ പ്രശസ്തി നേടുന്നതിനൊപ്പം കേരളവും വികസന രംഗത്ത് 1-ാം സ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. അതിനുള്ള പശ്ചാത്തല സൗകര്യവും അനുബന്ധ വ്യാവസായിക വികസന സൗകര്യങ്ങളും ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. ഒരു കപ്പലിൽ എത്തിക്കുന്ന ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റിക്കയറ്റുന്ന ട്രാൻസ്ഷിപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നത്. തുറമുഖത്തെത്തുന്ന കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോകാനും പുറത്തുനിന്നെത്തുന്ന കണ്ടെയ്നറുകൾ കയറ്റിവിടാനും കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതി കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം കേരളത്തിന് കിട്ടുകയുള്ളൂ. ചരക്ക് നീക്കത്തിനുള്ള റോഡും റെയിൽ പാതയും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കരാർ പ്രകാരം വളരെ നേരത്തെ പൂർത്തിയാകേണ്ട ഈ പശ്ചാത്തല വികസനം എത്രയും വേഗം പൂർത്തിയാക്കിയേ മതിയാകൂ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അവിടെ ജീവിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കുൾപ്പെടെ മതിയായ പുനരധിവാസം ഉറപ്പാക്കി അവരുടെ സന്തോഷത്തിന്റെ കൂടി മുകളിലായിരിക്കണമെന്നും അന്ന് പറഞ്ഞിരുന്നു. പുതിയ ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടേണ്ടതുണ്ട്. പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെന്ന് അവകാശവാദങ്ങൾ ഇപ്പോഴും വിഴിഞ്ഞത്തെ വിവാദത്തിലാക്കാറുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളും കണ്ടത്. ഈ കമ്മീഷനിംഗ് ഘട്ടത്തിലും വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പ്രതിപക്ഷ നേതാവിനെ കാലേക്കൂട്ടി ക്ഷണിക്കാതിരുന്നതിലെ അനൗചിത്യം മുതൽ
പല വിവാദങ്ങളും സജീവമാണ്. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിൽ ഒട്ടും തർക്കം വേണ്ട. ഇത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ക്രെഡിറ്റ് ആണ്.